ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തുമ്പച്ചി കുരിശുമല എന്ന സ്ഥലത്താണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രം എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഈ ഒരു മല കയറി അതിൻ്റെ മുകളിൽ വരുമ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം പോകുന്ന വഴി അവിടെ നിന്ന് ഇടുക്കി റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുക്കി റൂട്ടിൽ തിരിയുമ്പോൾ ഒരു 6-7 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ബോർഡ് കാണാം, തുമ്പച്ചി കുരിശുമല തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് 2 വീലർ പോലും മുകളിലേക്ക് കയറില്ല കേട്ടോ, നമ്മൾ നടന്ന് തന്നെ ചെല്ലണം. പക്ഷെ അങ്ങനെ നടന്ന് ആ ഒരു മുകളിൽ എത്തി കഴിയുമ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നതുണ്ടല്ലോ, ഒറ്റ രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം കേട്ടോ ഈ ഒരു സ്ഥലം. ബൈബിളിലെ കഥകളെ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി അവിടെ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്ലാൻ ചെയ്ത് വന്ന യാത്രയല്ലായിരുന്നു. ആ ഒരു റൂട്ട് പോയപ്പോൾ ജസ്റ്റ് കണ്ട് കയറി. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ വീഡിയോയിൽ പകർത്തി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഐതിഹ്യങ്ങളെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് അറിയില്ല. അത് കണ്ടോ, ആ ഒരു മലനിരകളൊക്കെ വാഗമൺ മലനിരകളാണ്. അതിൻ്റെ മുകളിലൊക്കെ കോട, നല്ല ഭംഗിയായിരുന്നു അതൊക്കെ. ഇത് കണ്ടോ, ഇത് ഒരു മത്സ്യമോ തിമംഗലോ, ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. യേശു ക്രിസ്തുവിനെ തിമംഗലം വിഴുങ്ങിയിട്ടുള്ള ഒരു പ്രതിമയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു പാറ, ആ ഒരു ഗുഹ, തിരുപ്പിറവിയാണ് അവിടെ. മഴയൊക്കെ പെയ്ത് നല്ല വഴുക്കലായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പിറവി ഗുഹ എന്നാണ് കേട്ടോ അതറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ചുറ്റിനുള്ള കാഴ്ചകൾ, ആ മലങ്കര ഡാമിൻ്റെ റിസർവോയറൊക്കെ അവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അതായത് ആ ഒരു ഗുഹയ്ക്ക് ഇടയിലൂടെ നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു വഴി. ഇതിലേ ഇറങ്ങിയിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് പോകാവുന്നത് കേട്ടോ. ആദ്യം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ സ്റ്റക്കാവോ, ഇതിലേ കടന്നു പോകുമോ എന്നൊക്കെ. പക്ഷെ സുഖമായിട്ട്, ഒന്നും പേടിക്കാനില്ല കേട്ടോ. അങ്ങനെ ഞാനും ആ ഒരു വഴി കയറി മുകളിലേക്ക് വന്നു. സൂപ്പറാണ് കേട്ടോ, ഇവിടേക്ക് ഒന്നും പറയാനില്ല, നല്ല കാഴ്ചകളാണ്. പിന്നെ കാമാൻകോയിട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്, നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. നല്ലൊരു, അവിടെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണത് റിസ്ക്കാണ്. കാരണം ഇടി മിന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ റൂട്ടിപ്പോൾ പോരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സീസണിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് വരാനായിട്ട് നോക്കൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്തിന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു പേര്, തുമ്പച്ചി കുരിശുമല എന്നൊരു പേര് എന്താ വരാൻ കാരണം എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോയ്ക്ക് താഴെ. അവിടെയുള്ള ആ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച്, 1-2 പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ആരാധനാലയവും അങ്ങനെ അറിയപ്പെടുന്നു എന്നാണ് അവർ ഞങ്ങൾക്ക് മറുപടി തന്നുള്ളൂ. ഞങ്ങളതിൽ നോക്കുമ്പോൾ കുറേ തുമ്പച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണോ അതിന് ആ പേര് വന്നതെന്ന് അറിയില്ലല്ലോ. ഇതുണ്ട് അതിൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു വഴിയൊക്കെ. നല്ല തണുത്തൊരു കാറ്റായിരുന്നു കേട്ടോ അവിടെ. അതിപ്പോൾ ഈ ഒരു മഴക്കാലത്തിൻ്റെന്ന് തന്നെയല്ല, ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നൊരു 3000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്, അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പോലും അത്രയും ഒരു കാറ്റ്, പിന്നെ ഇതുപോലെ മരങ്ങളല്ലേ, എപ്പോഴും ഒരു കാറ്റും ഉണ്ടാകും. അതുകൊണ്ടൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യേയില്ല. അവിടെയൊക്കെ കുറേ സമയം ഇരുന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തൊരു കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ദുഃഖവെള്ളി, അതുപോലെ പുതുഞായറൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ അത്രയും തിരക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത. തിരക്കൊക്കെ ആ ടൈമിലായിരിക്കും. ഇതുണ്ട് ഒരു കിണർ, യാക്കോബിൻ്റെ കിണർന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്നുള്ളതൊന്നും അറിയില്ല.
അതുപോലെ അപ്പുറമായിട്ടൊരു ആമ്പൽക്കുളമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ മുഴുവനായിട്ട്. നമുക്കങ്ങനെ നടന്നാലും നമുക്ക് ഒട്ടും ഒരു മടുപ്പ് തോന്നാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒട്ടും ക്ഷീണം നമുക്ക് തോന്നുകയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഇതുണ്ട്, കുത്തനെയുള്ള ഇറക്കമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അവിടെയൊക്കെ മുഴുവൻ പായൽ വഴുക്കലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിലുണ്ടല്ലോ ടപ്പേന്ന് നേരെ വന്നിട്ട് താഴെ മെയിൻ റോഡാണേ. അപ്പോൾ അത്രയും ശ്രദ്ധിക്കണം, എല്ലാം ഇറങ്ങാവുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു.